മാപ്പിളപ്പാട്ടുകളുടെ 50 വർഷത്തിന് തിളക്കം. 6000ഓളം ഹിറ്റ് മാപ്പിളപ്പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു. യേശുദാസ് മുതൽ സിത്താര വരെയുള്ള ഗായകരെ കൊണ്ട് പാടിപ്പിച്ചു. മാപ്പിളപ്പാട്ടുകളുടെ ഒരേ ഒരു രാജാവ് നമ്മുടെ എല്ലാവരും. ബാബുക്ക് നമസ്കാരം. നമസ്കാരം. സിത്താരയും ദാസേട്ടന്റെ മോൻ വിജയ് യേശുദാസിനെയും കൊണ്ട് കുട്ടിക്കാലത്ത് പാടിപ്പിച്ചിരുന്നു. പാടിപ്പിച്ചു. ആ കഥ എന്താണ്? പാടിച്ചെടുത്തപ്പോൾ ഞങ്ങൾക്ക് തോന്നി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പാടുന്നുണ്ട്, പാടിയിട്ടുണ്ട് ഞങ്ങൾക്ക് തോന്നി. ദാസേട്ടനൊന്നും മിണ്ടുന്നില്ല. ഞങ്ങളോട് ചോദിച്ചത് എങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് ആ പാട്ട് സൂപ്പർ ഹിറ്റാപ്പോൾ അന്നും ഇന്നും. ബാബുക്ക് പഴയ പാട്ടുകളും ഇപ്പോഴത്തെ പാട്ടുകളും തമ്മിലുള്ള വ്യത്യാസം എന്തോ ബാബുക്ക് മനസ്സിലാക്കും? പഴയതൊരു ട്രഡീഷണൽ സ്റ്റൈലാണ്. അതിൽ നിന്ന് മാറിയിട്ടൊരു ഇത് കൊണ്ടുവന്നത് സജി മില്ലേനിയാണ്. കൽബാണ് ഫാത്തിമ മുതൽ വേറൊരു സ്റ്റൈലിലേക്ക് പാട്ടിന് കൊണ്ടുപോകും. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് നാദൃശ വിളിക്കും. നാദൃശ ചോദിച്ചു, സിത്താരനെ കൊണ്ട് വാപ്പുക്കാണ് പാട്ട് പാടിച്ചത്. ഞാൻ ചോദിച്ചു, അതങ്ങനെ നീ അറിഞ്ഞെന്ന് വെച്ചേ. സിത്താര പറഞ്ഞു എന്ന് പറഞ്ഞു എന്നോട്. മറന്നിട്ടില്ലാതെ മാത്രമല്ല ആ പാട്ട് പാടി. ഇപ്പോഴത്തെ പല എഴുത്തുകാരും പറയുന്നത് എനിക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ AC റൂം വേണം, എനിക്ക് ഇന്ന ഫുഡ് വേണം, ഇന്ന സാധനങ്ങൾ വേണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും ബാബുക്ക് ആവശ്യപ്പെട്ടിട്ടില്ല. അതൊക്കെ ഹെഡ് വെയ്റ്റിന്റെ മറ്റൊരു ഭാഗം വിശ്വസിക്കുന്ന ആളാണ് ഞാനൊരു മാപ്പിളപ്പാട്ടിന്റെ ഓണത്തുമ്പി എന്ന് പറയുന്ന മാപ്പിളപ്പാട്ട് കേസറ്റിൽ ഓണത്തിന്റെ ഇറങ്ങിയത്. 5 പാട്ട് ഗിരീഷും 5 പാട്ട് ഞാൻ 2 ഗുണം കൊണ്ട് കൊടുത്ത് സ്പോട്ടിൽ എഴുതി തന്നു. പിന്നെ ഗിരീഷ് പുത്തഞ്ചേരിക്ക് സംഭവിച്ചത് എന്തായിരിക്കും ബാബുക്ക? ഈ ബാബുക്ക തൊട്ട് വലുതായവരെല്ലാം പിന്നീട് തിരിഞ്ഞു നോക്കാതെ പിന്നിൽ നിന്ന് കുത്തിയവരുണ്ടോ? അജിൻ വർഗീസ് ഇപ്പോൾ ഒരു വർക്ക് ചെയ്തിട്ട് ഉഷാറായിട്ടുണ്ട് കേട്ടോ എന്ന് നിങ്ങളോട് വന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അവരെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവരെയാണ് പേടിക്കേണ്ടത്. പ്രണയം കൊണ്ട് എഴുതിയ പാട്ടുകളുണ്ടോ? പ്രണയം കൊണ്ട് എഴുതിയാണല്ലോ സൂപ്പർ ഹിറ്റ്. ദാസേട്ടൻ പാടിയ കടക്കണ്ണിൻ മുന കൊണ്ട് നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാള്. കൊല്ലഷാഫി പോലുള്ള പാട്ടുകാർ വരുമ്പോൾ എപ്പോഴെങ്കിലും എന്നെ ഫീൽഡ് ഔട്ട് ആക്കിയോ അല്ലെങ്കിൽ എനിക്കിനി തുടരാൻ പറ്റുമോ എന്നൊരു അവരുടെ ചില പാട്ടുകളൊക്കെ ഞാൻ വിമർശിച്ച് പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് അവരോടുള്ള ദേഷ്യത്തിനല്ല, മാർക്കറ്റിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നിറയെ ഭക്ഷണം കഴിക്കാൻ കിട്ടിയ ഓർമ്മകൾ എനിക്ക് വളരെ കുറവാണ്. നിറങ്ങളില്ല ജീവിതത്തിൻ്റെ ചെറുപ്രായത്തിൽ. കാളം കിട്ടുന്ന തെങ്ങിൻ്റെ വീട്ടിലൊക്കെ പോയി നിൽക്കും, ചെറിയ പ്രായമല്ലേ. അപ്പോൾ അവരെന്നെ കണ്ടിട്ട് കൂട്ടി കൊണ്ടുപോയിട്ട് ഭക്ഷണമൊക്കെ തരും. അങ്ങനെ ഭക്ഷണം കഴിച്ച് നല്ല അടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കഴിച്ചുള്ളൂ, പിന്നെ കഴിക്കാൻ പോയിട്ടില്ല. അടിയുടെ ചൂട് അത്രയും ഉണ്ടല്ലേ? അടിൻ്റെ ചൂട് അത്രത്തോളം ഉണ്ടായിരുന്നു. എൻ്റെ കരയാനും പറയാനും എന്നുള്ള പാട്ടിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം അതിലുണ്ട്. സൂപ്പർ ഹിറ്റ് ആണല്ലോ ആ സൂപ്പർ ഹിറ്റ്. ആ പാട്ട് എഴുതുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാത്തൊരു ദുഃഖമുള്ള സമയത്താണ് ഞാൻ ആ പാട്ട് എഴുതുന്നത്. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിം വർഗീസ്. മാപ്പിളപ്പാട്ടുകളുടെ 50 വർഷത്തിന് തിളക്കം. 6000ഓളം ഹിറ്റ് മാപ്പിളപ്പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു. യേശുദാസ് മുതൽ സിത്താര വരെയുള്ള ഗായകരെ കൊണ്ട് പാടിപ്പിച്ചു. മാപ്പിളപ്പാട്ടുകളുടെ ഒരേ ഒരു രാജാവ് നമ്മുടെ എല്ലാവരും. ബാബുക്ക് നമസ്കാരം. നമസ്കാരം. എൻ്റെ ബാബുക്ക ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം ഈ പ്രായമാകാത്തൊരു മാപ്പിളപ്പാട്ടുകാരനാണ് ബാബുക്കെ വിശേഷിപ്പിക്കുന്നത്, ശരിയാണോ? അതൊക്കെ ഇങ്ങനെ അസൂയക്കാർ പറയുന്നതാണ്. ഞാൻ കേട്ടുള്ളൊരു കാര്യമുണ്ട്, എഴുത്തുകളിൽ ഉള്ള സ്പീഡും, അതായത് ഒരു പാട്ട് ഇപ്പം ബാബുക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പാട്ടുകാരിൽ നിന്ന് ബാബുക്കെ വ്യത്യസ്തനാക്കുന്നത് പൈസ കൂടുതൽ ചോദിക്കുന്ന ഒന്ന്. ബാബുക്കെ അല്ല, മറ്റു ഗായകർ. ഓക്കെ. രണ്ടാമത് ഒരു അച്ചടക്കമില്ലായ്മ. ഞാൻ മറ്റാളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ബാബുക്ക് ഒരു പാട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഡേറ്റിന് മുമ്പ് കൊണ്ട് പാട്ട് തരും. പിന്നെ വലിയ കത്തി കയറ്റമുള്ള പൈസ കാര്യങ്ങളൊന്നും പറയത്തുമില്ല, പറഞ്ഞ് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എനിക്കറിയേണ്ടത്, ഞങ്ങൾ പ്രേക്ഷകർക്ക് അറിയേണ്ടത്, ഈ 50 വർഷക്കാലം തികയ്ക്കുമ്പോൾ സന്തോഷമുള്ള ഈ യാത്രയിൽ ഇതിന് തുടക്കം എവിടെയായിരുന്നു? തുടക്കം നമ്മൾ പിന്നെ അന്ന് ഈ ടൈപ്പ് റെക്കോർഡ് പാട്ട് കേൾക്കാനുള്ള ഒരു സൗകര്യമില്ല. റേഡിയോ പോലും വീട്ടിലില്ല. പഞ്ചായത്ത് റേഡിയോ എന്ന് പറഞ്ഞ റേഡിയോ ഉണ്ടെന്ന് ആ കാലത്ത്. അത് അജിന് ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ വൈകുന്നേരങ്ങളിൽ ഒരു 9 മണി വരെ ബസാറുകളിൽ വെക്കുക. അവിടെ പോയിട്ടാണ് ചലച്ചിത്രഗാനങ്ങളൊക്കെ കേൾക്കുക. അതല്ലെങ്കിൽ വലിയ മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് എൻ്റെ വീട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത്. അവിടെ കുറേ ഹോട്ടൽസിൽ പാട്ട് വെക്കുകയായിരുന്നു.
റേഡിയോ പാട്ടുകൾ വിവിധ ഭാരതി കോഴിക്കോട് ആകാശവാണിയിലൊക്കെ അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ടും പാട്ടുകൾ കേൾക്കും. അതുകൂടാതെ കല്യാണ വീടുകളിൽ ചിലപ്പോൾ നമ്മൾ ക്ഷണിക്കാത്ത കല്യാണ വീടുകളിലും പോയിട്ട് പാട്ട് കേൾക്കാൻ പോയിട്ടും അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. പാട്ട് കേൾക്കാനാണ് പോണത്. ഓക്കെ. പാട്ട് കേൾക്കാനും ഈ കാളം കെട്ടുന്ന തെങ്ങിൻ്റെ വീട്ടിലൊക്കെ പോയി നിൽക്കും. ചെറിയ പ്രായമല്ലേ. അപ്പോൾ അവരെന്നെ കണ്ടിട്ട് കൂട്ടി കൊണ്ടുപോയിട്ട് ഭക്ഷണമൊക്കെ തരും. അങ്ങനെ ഭക്ഷണം കഴിച്ച് നല്ല അടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കഴിച്ചുള്ളൂ, പിന്നെ കഴിക്കാൻ പോയിട്ടില്ല. അടിയുടെ ചൂട് അത്രയും ഉണ്ടല്ലേ? അടിൻ്റെ ചൂട് അത്രത്തോളം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പാട്ട് കേൾക്കാനും പാട്ടിനോടുള്ള താല്പര്യം ചെറുപ്രായത്തിലേ വന്നത്. എനിക്ക് പാട്ട് എഴുതണം അല്ലെ പാട്ടിനോടുള്ളൊരു പ്രണയ ബാബുക്ക് തോന്നി തുടങ്ങി. അത് എൻ്റെ അമ്മാവന്മാരുടെ വീട്ടിൽ ഞാൻ കാലത്തുണ്ടായിരുന്നത്. അവിടെ ഗ്രാംഫോൺ പെട്ടി, മൈക്സ്, ഉച്ചഭാഷിണിയൊക്കെ ഉണ്ടായിരുന്നു വാടക കൊടുക്കുന്നത്. അതങ്ങനെയാണ് അവർ നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അവർ എൻ്റെ ഉമ്മക്കൊക്കെ ഇപ്പം ചെറുപ്പത്തിൽ പാട്ട് പാടുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ഭാഗ്യം എനിക്ക് കേൾക്കാൻ ഭാഗ്യം ഉണ്ടായില്ലെന്ന്. എൻ്റെ 4ാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ചെറുപ്രായത്തിൽ തന്നെ. പക്ഷെ അവരുടെ നല്ല പ്രോത്സാഹനം എനിക്ക് കിട്ടിയിരുന്നു. അതിന് നേരെ വിപരീതമായിരുന്നു ബാപ്പയുടെ വീട്. അവർ ഓർത്തഡോക്സിൻ്റെ ഒരു പാട്ട് പാടുക, നാടകം കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഒരു തെറ്റാണെന്ന് വിചാരിച്ചിരുന്ന ഒരു കുടുംബമാണത്. അത് അവരെ കുറ്റം പറയേണ്ട ആ കാലഘട്ടം അതാണ്. അന്നത്തെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് പറയാൻ പറ്റൂല. ഇന്നത്തെ കാലഘട്ടം അല്ലല്ലോ. ഇന്നത്തെ കാലഘട്ടം അല്ല. ആ കാലഘട്ടത്തിൽ തന്നെ അവർ നമ്മളെ എതിർത്തു എന്നൊന്നും പറഞ്ഞുകൂടാது. അതൊരു എതിർപ്പല്ല. ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ അങ്ങനെ വേണം. എൻ്റെ നാടകത്തിൻ്റെ ആദ്യ നോട്ടീസ് ഇറങ്ങിയപ്പം തന്നെ എൻ്റെ ബാപ്പ വയനാട്ടിലേക്ക് നാട് കടത്തിയിട്ടുണ്ട്. ലോറി കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. നാടകത്തിൽ അഭിനയിക്കാൻ പറ്റിയില്ല എനിക്ക്. ഫസ്റ്റ് നാടകത്തിൽ തന്നെ നാടകത്തിൽ അഭിനയിക്കാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് എൻ്റെ ബാപ്പ ലോറി ഡ്രൈവറായിരുന്നു. ആ ലോറി കയറ്റി തന്നെ നാട് കടത്തി. അങ്ങനെയുള്ള അനുഭവങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ കയറ് പൊട്ടിച്ചിട്ട് രംഗത്ത് വന്നതുകൊണ്ടാണ് ഈ സീറ്റിലിരിക്കാൻ കഴിഞ്ഞത്. അതിനൊരു കൈയടി കൊടുക്കുന്നത് തീർച്ചയായിട്ടും. വെറും സീറ്റിലല്ല ഇരിക്കുന്നേ, അത് ഓർക്കേണ്ട കാര്യം. 6000 ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചു. അത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ യേശുദാസ് മുതൽ ഇന്ന് സിത്താര വരെ ഉള്ളവരെ പാടിപ്പിച്ചു. ഈ യേശുദാസിന്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഇന്നും എനിക്കൊന്ന് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലേ ഗായകരുമായിട്ട്. ഈ ബന്ധങ്ങളെ നിലനിർത്തുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ യേശുദാസുമായിട്ടുള്ള പ്രത്യേക ബന്ധം എന്താണ്? ഈ ദാസേട്ടനെ ഇപ്പം കാണാറില്ല. ഞാൻ ഇപ്പോൾ അവസാനമായിട്ട് കണ്ട് ഗൾഫിൽ നിന്ന് എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു, കൈരളിൻ്റെ. അന്ന് എൻ്റെ ആ സ്റ്റേജിൽ വെച്ചാൽ ഞാൻ ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ ദാസേട്ടൻ ഇവിടെ ഇല്ലല്ലോ, പിന്നെ ടെലിഫോൺ ചെയ്തിട്ട് എടുക്കിയില്ല. എന്നാലും കണ്ടാൽ ആ ബന്ധപ്പെടുന്നുണ്ട്. കുറേ പാട്ട് പാടിച്ചിട്ടുണ്ട് ഞാൻ ദാസേട്ടനെ കൊണ്ട്. എനിക്ക് തോന്നുന്നത് ദാസേട്ടനെ കൊണ്ട് ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ട് പാടിച്ച് ഞാനായിരിക്കും എന്ന് എൻ്റെ വിശ്വാസം അതാണ്. ആ ഒരു നാമം എനിക്കുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പാടിപ്പിച്ചെന്നുള്ള പേരുണ്ട്. അത് എൻ്റെ മനസ്സിലുണ്ട് കുറേ. കാരണം എൻ്റെ പാട്ട് അല്ലാത്ത പാട്ടുകളും പാടിച്ചിട്ടുണ്ട് ഞാൻ ദാസേട്ടനെ കൊണ്ട്. അന്ന് എൻ്റെ പാട്ട് 5 പാട്ട്, അല്ലാത്തൊരു പഴയ പാട്ടുകൾ 5 പാട്ട്, അങ്ങനെയാണെന്ന് റെക്കോർഡ് ചെയ്യുക. അതും കൂടി കൂട്ടുമ്പോൾ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ പാട്ട് ദാസേട്ടനെ കൊണ്ട് പാടിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ മാർക്കോസിനെ കൊണ്ടും ഏറ്റവും കൂടുതൽ പാട്ട് പാടിച്ചത് ഞാനാണ്. ഇതിൽ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത, സിത്താരയും ദാസേട്ടന്റെ മോൻ വിജയ് യേശുദാസിനെയും കൊണ്ട് കുട്ടിക്കാലത്ത് പാടിപ്പിച്ചിരുന്നു. പാടിപ്പിച്ചു. ആ കഥ എന്താണ്? അത് ഉമ്മയെ ചോദിച്ച് പൊന്നും മോള് കരയല്ലേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഉമ്മ മരണപ്പെട്ടു പോയിട്ട് ബാപ്പ മകളോട് പറയുന്നൊരു പാട്ടാണ്. അത് മദ്രാസിൽ നിന്ന് റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടീൻ്റെ പോർഷൻ ആര് പാടുമെന്ന് ചോദിച്ചു എന്നോടും കോഴിക്കോട് പോക്കറാണ് സംഗീതം ചെയ്തത്. അപ്പോൾ അത് തിരുവനന്തപുരത്താണ് ബാക്കിയുള്ള റെക്കോർഡിംഗ് ഒക്കെ നടക്കും. തിരുവനന്തപുരത്ത് നിന്ന് ആരെങ്കിലും പയ്യനെ വിളിച്ചോ ചെറിയ കുട്ടീനെ വിളിച്ചൊന്ന് പാടിക്കുക എന്ന് പറഞ്ഞു. വിജയ് ഇങ്ങനൊരു ആഗ്രഹം പാടണമെന്നുള്ളൊരു മൂഡ് വിജയ് ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ വിജയിനെ വിളിച്ചൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വെച്ചിട്ടോട് ഞങ്ങളോട് 2 പേരോട്. അപ്പോൾ ഇപ്പോൾ സ്കൂൾ ക്ലാസ്സിൽ പോയതാണ്. വൈകുന്നേരം വന്നിട്ട് ദാസേട്ടൻ അന്നേരം ഒരു ബാക്കി നമ്മളോട് പറഞ്ഞത്, എൻ്റെ മകനായതുകൊണ്ട് ഒരു കോംപ്രമൈസ് ഒന്നും പാടില്ല എന്നാണ് പറഞ്ഞു. എൻ്റെ മകനായതുകൊണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ അത് ഓക്കെ ആക്കാൻ പാടുള്ളൂ. എൻ്റെ മകൻ യേശുദാസിന്റെ മോനാണ് പഠിപ്പിച്ചേ പറ്റൂ എന്നൊരിതില്ല. അതില്ല. അതുകൊണ്ട് ആ ഒരു കോംപ്രമൈസ് പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പയ്യൻ കളിക്കാൻ പോയി. ഞങ്ങൾ അവിടെ തന്നെ സ്റ്റുഡിയോ, വീടിൻ്റെ തൊട്ടടുത്തന്നെ സ്റ്റുഡിയോ. അവൻ ഷട്ടിൽ കളിക്കാൻ പോയി. ഷട്ടിൽ കളിക്കാൻ പോയത് വിളിച്ചിട്ടൊന്നും പയ്യൻ വരുന്നില്ല. ഷട്ടിൽ കളിച്ചു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പയ്യൻ വന്നപ്പോൾ പയ്യന് മലയാളം അറിഞ്ഞൂടാ. അടിപൊളി. മലയാളം സ്റ്റാൻഡേർഡിലല്ല പഠിപ്പിച്ചത്. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ ഉമ്മയെ ചോദിച്ചു പൊന്നും മോള് കരയില്ലേ എന്നുള്ള പാട്ട് ഇട്ട് കൊടുത്ത് അവിടുന്ന് ഞാൻ ഓക്കാക്കിയും കൂടി ഇരുന്നിട്ട് വൈകുന്നേരം 6 മണിക്ക് തുടങ്ങി രാത്രി അതിൻ്റെ ഇടയ്ക്ക് ഉറക്കമൊക്കെ തൂന്നുന്നുണ്ട് പയ്യന്. രാത്രി ഒരു 10 മണി ആകുമ്പോഴേക്ക് അത്യാവശ്യം പാടിച്ചെടുത്തപ്പോൾ ഞങ്ങൾക്ക് തോന്നി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പാടിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഓക്കെ ആക്കുന്ന ദാസേട്ടൻ വരണ്ടേ.
അതിന് ദാസേട്ടൻ വരുമ്പോൾ 12 മണിയാണ്. ദാസൻ ഭയങ്കര തിരക്കാണല്ലോ, സ്റ്റുഡിയോകളിൽ നിന്ന് സ്റ്റുഡിയോയിലേക്ക് കൂടുകയല്ലേ. 12 മണിക്ക് വന്നപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുക. അവിടെ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്, അതിനുള്ള പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ദാസേട്ടൻ വന്ന് ചോദിച്ചു എന്താണ്, ദാസൻ കേട്ടു നോക്കാൻ പറഞ്ഞപ്പോൾ കേട്ടു നോക്കിയപ്പോൾ ദാസേട്ടനൊന്നും മിണ്ടുന്നില്ല. ഞങ്ങളോട് ചോദിച്ചത് എങ്ങനെയാണെന്ന്, ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പാട്ട് സൂപ്പർ ഹിറ്റാപ്പോൾ അന്നും ഇന്നും. പക്ഷെ വിജയനോടത് മറന്നുപോയിട്ടുണ്ട്. പക്ഷേ പിന്നെ ഒരു അവാർഡ് ഇതായിട്ട് ഗൾഫിൽ ദുബായിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ വിജയന് ഓർമ്മ വന്നു. ആ പാട്ടിൻ്റെ 2 വരി ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് പാടാം. ഉമ്മയെ ചോദിച്ച് പൊന്നും മോള് കരയല്ലേ, നിന്റെ ഉപ്പയുടെ കൽവിനുള്ളിൽ തീ പടർത്തിയിടല്ലേ. ഉപ്പ പോരാ, ഉമ്മ തന്നെ വേണമെന്ന് ഷാഠ്യം പിടിക്കുക മകൻ. ഉപ്പ സ്വർഗത്തിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ട്, എവിടെയാണ് പോയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊരു പാട്ടാണ്. നമുക്ക് ചിത്ര ചേച്ചിയുമായിട്ടുള്ള ബന്ധം എന്താണ്? ചിത്ര ചേച്ചിൻ്റെ കൂടെ ആദ്യം മാപ്പിള പാട്ട് പഠിച്ചത് ഞാനാ. തെരങ്ങടിക്ക് വേണ്ടിയിട്ട് ഞാനും കോഴിക്കോട് പോക്കറാണ് പഠിച്ചത്. ചിത്ര ചേച്ചിയുമായിട്ടുള്ള ബന്ധം ആ ബന്ധപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എവിടെ ബാബുക്കായിട്ടൊരു ബന്ധം ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതാന്ത്യത്തോളം ആ ബന്ധം മുന്നോട്ട് പോകും. 90% പോകും. 90 അതിൽ കൂടുതൽ. അതിൻ്റെ ഒരു മാജിക്ക് എന്തുവാ? അതെന്താണെന്ന് അറിയില്ല, ഞാൻ അങ്ങനെയാണ് എല്ലാവരോടും ഇടപഴകാറ്. ഇത്രയും ഫേമസ് ആയി, ഇത്രയും പാട്ടുകൾ എഴുതി, അപ്പൊ ആരോടെങ്കിലും ഒക്കെ ഞാൻ വലിയ താരമായല്ലോ, എന്നെ 10 പേര് അറിയുന്നുണ്ടല്ലോ, എൻ്റെ എഴുത്തുകൾക്ക് വേണ്ടി ഇന്നും ആളുകൾ കാത്തിരിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ച് പൈസ കൂടുതൽ മേടിക്കാത്തത് എന്താണ്? അങ്ങനെ ഞാൻ അന്നങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ഉണ്ടാവില്ല, ഫീൽഡിൽ ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ന് കുറേ മാപ്പിളപ്പാട്ട് പാടുന്ന ഗായകർ പൈസയ്ക്ക് വേണ്ടി മാത്രം പാടുന്നവരുണ്ട്. അവരപ്പോൾ നാളെ ഫീൽഡ് ഔട്ട് ആവുമെന്നാണോ പറയുന്നത്? അവർ ഫീൽഡ് ഔട്ട് ആവുമെന്ന് ഞാൻ പറയാം. എൻ്റെ അനുഭവം വെച്ച് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഞാനിതുവരെ ആരോടും ചാർജ് പറഞ്ഞിട്ട് കണക്ക് പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ടില്ല. എനിക്ക് ഇത്ര രൂപ തന്നാലേ ഞാൻ വരി എഴുതി തരുമോ? ഞാൻ പറഞ്ഞില്ല, ജീവിതത്തിൽ പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അത് പറയാത്തത് കൊണ്ട് എനിക്ക് നഷ്ടബോധവും തോന്നുന്നില്ല. വലിയ സമ്പാദ്യമൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൂ. വീടൊക്കെ ഉണ്ടായി, പിന്നെ ഇതൊന്നും കിട്ടുമെന്ന് വിചാരിച്ചിറങ്ങിയതല്ലോ, കിട്ടിയതൊക്കെ ലാഭമല്ലേ. ഇത്രയൊക്കെ ആകുമെന്ന് ചിന്തിച്ചിരുന്നോ? ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം 4 ഭാഗത്തും എതിർപ്പാണ്, ഞാൻ പറഞ്ഞല്ലോ. ആരും സപ്പോർട്ടില്ല. കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ, എൻ്റെ നാട്ടിൽ 2 സുഹൃത്തുക്കൾ, ഒരു TKM കോയ, പിന്നെ വേറെ ഒരു കോയ, ഒരു KT കോയ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ അടുത്ത് നമ്മളിവിടെ ജോലി ചെയ്തിരുന്ന മരിച്ചു ഒരു മുഹമ്മദ് വയനാട്. ഞങ്ങൾ 3 പേരാണ് ഇതിൽ സപ്പോർട്ടുള്ളൂ. ബാക്കി സപ്പോർട്ട് ചെയ്യുന്നവർ വരെ കേൾക്കാതെ കുറ്റം പറയും. അത് മാത്രം, അങ്ങനെ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഈ കുറ്റം പറച്ചിൽ ആ കാലഘട്ടം മുതലേ ഉണ്ടല്ലേ, അതിന് മാറ്റമില്ല. അതിപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിൽ എനിക്ക് അവരോട് പരാതിയില്ല. കാരണം അവർ കുറ്റം പറഞ്ഞില്ല, ഞാനിപ്പോൾ ഈ സീറ്റിൽ ഇരിക്കില്ല. എനിക്ക് വാശി വന്നു. എൻ്റെ നാട് കിടത്തിയ ബാപ്പൻ്റെ മുമ്പിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നാടകം കളിച്ചു. ഞാൻ പിന്നെ ടിക്കറ്റ് വെച്ച ഞാൻ എഴുതിയ നാടകവും. ഞാൻ പാട്ട് മാത്രമല്ല എഴുതി കേട്ടോ, നാടകം എഴുതിയിട്ടുണ്ട്, ചെറുകഥ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊരു നോവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ഷാർജ ബുക്ക് ഫെയറിൽ വെച്ചിട്ട് KP സുധീരിയാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. എൻ്റെ നോവൽ സകലകലാവല്ലഭനാ. കഥാപ്രസംഗം എഴുതിയിട്ടുണ്ട്, ലളിതഗാനം എഴുതിയിട്ടുണ്ട്. പിന്നെ കേസറ്റിൻ്റെ തിരക്കിൻ്റെ കാലഘട്ടത്തിൽ ഹിന്ദു ഭക്തിഗാനം, പിന്നെ വിഷ്ണു വെള്ളിപറമ്പ് എന്ന പേരിൽ എഴുതിയിട്ടുണ്ട്. ജോസഫ് എന്ന പേരിൽ ക്രിസ്ത്യൻ ഭക്തിഗാനം എഴുതിയിട്ടുണ്ട്. അടിപൊളി. ബാബുക്ക ഓരോ പാട്ടുകൾ എഴുതുമ്പോഴും ബാബുക്കയുടെ ജീവിതാനുഭവങ്ങളാണോ അതോടൊപ്പം ഈ എഴുതുന്ന സന്ദർഭങ്ങൾ എങ്ങനെയാണ്? ജീവിതാനുഭവം എന്ന് പറഞ്ഞാൽ ചില പാട്ടുകളിൽ, എൻ്റെ പ്രാർത്ഥനാ പാട്ടുകളിൽ ജീവിതാനുഭവം എഴുതിയിട്ടുണ്ട്. എൻ്റെ കരയാനും പറയാനും എന്നുള്ള പാട്ടിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം അതിലുണ്ട്. സൂപ്പർ ഹിറ്റ് ആണല്ലോ ആ പാട്ട്. സൂപ്പർ ഹിറ്റ്. ആ പാട്ട് എഴുതുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാത്തൊരു ദുഃഖമുള്ള സമയത്താണ് ഞാൻ ആ പാട്ട് എഴുതുന്നത്. അതിൻ്റെ അവസാനം ഒരു 4 വരിയുണ്ട്. ഓരോരോ വീർപ്പിലെൻ്റെ ആയുസ്സെണ്ണം കുറയും, ഓർക്കുമ്പോൾ മനതാരിൽ ഭയം വന്ന് നിറയും, മഹിഷറ സഭയിൽ ഒരിക്കൽ ചെന്നണയും, മന്നാനെ സ്വർഗത്തിലൊരിടം തന്ന് കനിയൂ, ഇൽമിൻ വെള്ളി വെളിച്ചം കാണിക്ക്, ഇടറാതെ കൽവിൽ ഈമാനൂട്ടി നീ എന്നെ നടത്തിക്ക്, യാ ഇലാഹി നീയാണെല്ലാറ്റിനും രക്ഷ, എന്തിനാണ് ഈ അഗ്നിപരീക്ഷ. ഈ അഗ്നിപരീക്ഷ പിന്നെ നിങ്ങളുടെ അജിൻ വർഗീസിൻ്റെ ബൈബിളിലൊക്കെ പറയുന്നത് മുൾക്കിരീടം പോലെ, അങ്ങനെ ഒരു അഗ്നിപരീക്ഷ എന്നെക്കൊണ്ട് എന്തിനാണ് ഞാൻ ചോദിച്ചത് ദൈവം കേട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ദൈവം കേട്ടു. എന്തിനാണ് ഈ അഗ്നിപരീക്ഷയിൽ നിന്ന് എൻ്റെ കരകയറ്റി കയറ്റി. പിന്നെ
പിന്നെ ഞാൻ പിറകോട്ട് നോക്കി, ഇതുവരെ പിറകോട്ട് നോക്കേണ്ടി വന്നില്ല. അന്ന് നാട് കടത്തിയ ബാബൂക്ക ആ. ഒരു പക്ഷേ ഈ ഒരു മാപ്പിളപ്പാട്ടിന്റെ ഒരു രാജാവായില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? എന്തോ ആയി പോയിരുന്നു ഞാൻ. ഏതെങ്കിലും ഒരു കമ്പനി ജോലിക്കായിട്ട് നിൽക്കുമല്ലേ? ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടൽ തൊഴിലാളിയോ ഒരു നാടൻ തൊഴിലാളിയോ ഒക്കെ ആയി പോകും. പക്ഷെ മേളിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് യോഗം. ആ, അത് ഞാൻ എൻ്റെ വാശിക്ക് മാത്രം നിന്നതാട്ടോ. വാശി പിടിപ്പിച്ച ചെയ്യും. വാശി പിടിപ്പിച്ചതാണ് അത് തന്നെ. പിറകെ കൂടിയിട്ട് ഒരു സൂചി വെക്കലുണ്ടല്ലോ, ആ സൂചി വെക്കൽ കൊണ്ടാണ് ഇന്നിപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ പിന്നെ മാപ്പിളപ്പാട്ട് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ബാപ്പുള്ളിയോർമ്മ എന്ന് പറഞ്ഞ നെയ്മുണ്ടായതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഞാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ അത് നിയോഗമാണത്. ഒരു ദൈവവിശ്വാസിയാണ്. ദൈവവിശ്വാസിയാണ്. ബാബുക്ക് പഴയ പാട്ടുകളും ഇപ്പോഴത്തെ പാട്ടുകളും തമ്മിലുള്ള വ്യത്യാസം എന്തോ ബാബുക്ക് മനസ്സിലാക്കുക? അത് ഇപ്പം നമ്മൾ പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും തമ്മിൽ പഴയതൊരു ട്രഡീഷണൽ സ്റ്റൈലാണ്. അതിൽ നിന്ന് മാറിയിട്ടൊരു ഇത് കൊണ്ടുവന്നത് ഒരു യുഗം തീർത്തത് നമ്മുടെ സജി മില്ലേനിയാണ്. കൽബാണ് ഫാത്തിമ മുതൽ വേറൊരു സ്റ്റൈലിലേക്ക് പാട്ടിനെ കൊണ്ടുപോയി. ആ സ്റ്റൈല് ആൽബത്തിൻ്റെ പിന്നെ മറ്റൊരു ലോകത്തേക്ക് തന്നെയാണ് അദ്ദേഹം ആ സ്റ്റൈലിൽ കൂട്ടിക്കൊണ്ടുപോയത്. അതും ജനങ്ങൾ അംഗീകരിച്ചു. പക്ഷെ അപ്പോഴും ഈ ഗൽബാണ് ഫാത്തിമ പോലുള്ള പാട്ടുകൾ വരുമ്പോഴും പുതിയ പാട്ടുകാർ വരുന്നു, പുതിയ പാട്ടുകാർ വന്ന് അതിനെ ഹിറ്റ് അടിപ്പിക്കുന്നു. അപ്പോഴും പഴയ ഉള്ള ആളുകൾക്ക് അതിനോടൊരു വ്യക്തിവൈരാഗ്യം ഉണ്ടോ? ആ സമയത്തൊക്കെ അത് ഏതിറങ്ങിയാലും ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു വിമർശനം എല്ലാ പാട്ടിനും ഉണ്ടാവും. അത് എല്ലാ കലക്കും ഉണ്ടാവും. ഇപ്പം എമ്പുരാൻ കളിക്കുന്ന കളി കണ്ടില്ലേ, കണ്ടു നോക്കുമ്പോൾ അതിലൊന്നുമില്ല. നടന്ന സംഭവം എമ്പുരാനി പറയുന്നേ അല്ല, അതിൽ ഞാൻ കണ്ടു നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു വികാരം തോന്നിയില്ല. കട്ട് ചെയ്യുന്നതിന് മുമ്പ് കണ്ടു ഞാനത് കണ്ടു എന്തോന്നുണ്ടോ നോക്കണല്ലോ. അത് അതേപോലെയുള്ള ഒരു കാര്യങ്ങൾ എന്ത് വന്നാലും കലാരംഗത്ത് ഉണ്ടാവും. എന്നാലും ബാബുക്ക പഴയ മാപ്പിളപ്പാട്ടിന്റെ ആ ഒരു ശൈലിയെ തന്നെ ഈ ആളുകൾ മാറ്റിയില്ല അതിനെ. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ശൈലി കുറേയൊക്കെ ഞാനും മാറ്റിയിട്ടുണ്ട്, പഴയതിൽ എന്നെ പിടിച്ച് നിൽക്കാതെ. പക്ഷെ പഴയത് നിൽക്കുന്ന മാതിരി പുതിയ പാട്ടുകൾ നിൽക്കുന്നില്ല. എന്തുകൊണ്ടാണ് നിൽക്കാത്തതെന്ന് ചോദിച്ചാൽ കണ്ടമാനം ഇറങ്ങി വന്നല്ലോ. ഇപ്പോൾ പണ്ടങ്ങനെ പാട്ട് ഇറങ്ങുന്നില്ലല്ലോ. 54 നീലക്കുയിലിൽ കായലരികത്ത് ഇറങ്ങിയത്. പി ഭാസ്കരൻ മാഷ് എഴുതി, രാഘവമാഷ് സംഗീതം ചെയ്ത്, രാഘവമാഷ് എന്നെ പാടിയ കായലരികത്ത് ഇന്നും മൂളാത്തവരില്ല. വർഷത്തിലേയി. അപ്പോൾ പഴയതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ചോറും മത്തിക്കറിയും ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എന്ത് മന്തി വന്നാലും ഒരു ചോറും മത്തിക്കറിൻ്റെ കഴിക്കുന്ന ടേസ്റ്റ് മലയാളിൻ്റെ മനസ്സിൽ നിന്നാവുമെന്ന് പോയിട്ടില്ല എന്ന് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഇതിനപ്പുറം ഒരു ഉദാഹരണം പോലും ഇല്ല. ഉണ്ടോ? പുതിയ ഒരുപാട് മാപ്പിളപ്പാട്ട് പാടി ഹിറ്റായ ആളുകൾ പറയുന്നത് അവരാണ് മാപ്പിളപ്പാട്ടിൻ്റെ രാജാവെന്ന്. അതിനോട് യോജിക്കുന്നുണ്ടോ ബാബുക്ക? അത് എല്ലാവർക്കും എല്ലാം രാജാവെന്നൊക്കെ പറയും. എന്നെ പറ്റി രാജാവ്, ഞാൻ രാജാവൊന്നുമല്ല. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ രാജാവായിട്ട് ആഗ്രഹിച്ചിട്ടുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ തോത് ഉയർത്തിയിട്ടുമില്ല. ജീവിതത്തിൻ്റെ തോത് ഉയർത്തുക എന്നൊക്കെ പറഞ്ഞാൽ കാറിൽ സഞ്ചരിക്കുക, അങ്ങനെയൊക്കെയാണല്ലോ. കാറ് വീട്ടിലുണ്ട്, ഞാൻ കാറിൽ സഞ്ചരിക്കാറില്ല. ഞാനിപ്പം ഇങ്ങോട്ട് വന്നു ബസ് കയറിയിട്ട് വന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ തോത് ഉയർത്തിയിട്ടൊന്നുമില്ല. എന്തുകൊണ്ട് ഉയർത്തിയില്ല? ഉയർത്താൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു പിന്നെ ഒരു വലിയ ഒരു സംഗതികൾ കാണിക്കാൻ മാത്രമുള്ള ഒരാളല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ആളാണ് ബാബുക്ക. അത് ദൈവം തന്നൊരു കൃപ. ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. എവിടെ പോയാലും ജനങ്ങൾ ഒരു സീറ്റുണ്ട് എനിക്ക്. പല രാഷ്ട്രീയ നേതാക്കന്മാരെടുത്ത് പോയാലും എന്നെ പറഞ്ഞ് പരിചയപ്പെടുത്തണ്ട, പേര് പറഞ്ഞാൽ അറിയും. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അറിയും. അതുപോലെ അതല്ലേ സമ്പത്തല്ലേ. അതിനപ്പുറം എന്തോ വേണം ജീവിതം. അതിൻ്റെ ജീവിതത്തിൽ ഒന്നും വേണ്ടല്ലോ. അത് പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല, കിട്ടൂല. തിരിച്ചറിയുന്നത്. ഇപ്പോൾ സിത്താരനെ കൊണ്ട് ഞാൻ ഇതേപോലെ തന്നെ ഒരു മദേഴ്സ് ഡേ എന്ന് പറഞ്ഞ പരിപാടി ഏഷ്യാനെറ്റിൽ, സിത്താര അന്ന് 4ാം ക്ലാസ് പഠിക്കുക. അവൾ വന്ന് ഞാൻ പറഞ്ഞൊരു പാട്ട് പഠിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ പല്ലവി സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു കോഴിക്കോട് നടക്കാവിലും. അവിടെ നിന്ന് പഠിപ്പിച്ചു. സിത്താറിൻ്റെ അമ്മ കൂടെ ഉണ്ട്, അച്ഛൻ കൃഷ്ണകുമാർ ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. അവിടുന്ന് പാട്ടൊക്കെ പഠിപ്പിച്ച് അവൾ പാടി. ഭയങ്കര ഉയരത്തിലേക്ക് പറ്റിയല്ലോ ആ കുട്ടി. പക്ഷേ എവിടെ വന്നാലും ഈ പാട്ട് ആദ്യം പാടുന്നുണ്ട്. എവിടെ നിന്നും പാടും, പക്ഷെ എനിക്കതറിയില്ല. ആ പാട്ട് അവർ പാടുന്നുണ്ട് ഞാനറിയുന്നില്ല. അങ്ങനെയാണ് മറ്റേ ഇതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. ഏനുണ്ടോടി എന്ന് പറഞ്ഞൊരു പാട്ടിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നെ അവാർഡ് കിട്ടി ഒരു 3-4 ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ നാദൃശ വിളിക്കുന്നു. നാദൃശ ചോദിച്ചു, സിത്താരനെ കൊണ്ട് വാപ്പുക്കാണ് പാട്ട് പാടിച്ചത്. ഞാൻ ചോദിച്ചു, അതങ്ങനെ നീ അറിഞ്ഞെന്ന് വെച്ചേ.
നീ എങ്ങനെ അറിഞ്ഞു ചോദിച്ചു. നോക്കുന്നേരം എല്ലാ ഒരുവിധം ചാനലുകളിലുമൊക്കെ സിത്താറിനെ ഇൻ്റർവ്യൂ ചെയ്ത് നാദൃശ്യയാണ്. ആ. അപ്പം എന്നോട് പിന്നെ സിത്താര പറഞ്ഞു എന്ന് പറഞ്ഞു എന്നോട്. ഓ, മറന്നിട്ടില്ലല്ലേ? മറന്നിട്ടില്ല എന്ന് മാത്രമല്ല, ആ പാട്ട് പാടി. പാടി. ആ പാട്ട് പാടി അവിടുന്ന്. ഇപ്പം പിന്നെ അരീക്കോട് ഒരു സ്കൂളിൽ അവിടെ സ്കൂൾ ഡേക്ക് വേണ്ടി വന്നപ്പോൾ അവിടുന്ന് പാടിയ പാട്ട് പാടി. അവർ പറയുന്നുണ്ട് ഞാൻ ആദ്യം പാടിച്ചതെന്ന്. ഈ സിത്താര വലിയ സിത്താരയായില്ലോ. ആയി, തീർച്ചയായും. വലിയ സിത്താരയായപ്പോൾ എന്നോട് പലരും വന്ന് ചോദിക്കും, നിങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്, 2 പാട്ട് ഞങ്ങൾ പാടിച്ചിരി എന്നൊക്കെ പറയുന്നു. അങ്ങനെ പിന്നീട് ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ടെലിഫോൺ എടുക്കുന്നത് മുഴുവൻ അവരുടെ മാനേജറാണെന്നാണ് പിന്നെ എനിക്ക് കിട്ടുന്നത്. മാനേജറോട് ചോദിക്കണം, മാനേജർ അനുസരിച്ചിട്ട് പാട്ട് പാടുന്നതൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്താണ് സിത്താറിൻ്റെ നമ്പറും ഇല്ല. ഞാൻ നമ്പർ സംഘടിപ്പിച്ച് സിത്താറിനെ വിളിച്ചു. സിത്താറിനെ വിളിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അവിടെ നിന്ന് കൊണ്ട് എന്താ വാപ്പുക്കാന്ന് ചോദിച്ചു. എന്താ വാപ്പുക്കാന്ന് ചോദിച്ചിട്ടോട്. ഞാൻ ചോദിച്ചു, അല്ല മോളെ എൻ്റെ നമ്പറുണ്ട് കയ്യിൽ, നിങ്ങളെ നമ്പർ എൻ്റെ കയ്യിൽ ഇല്ലാതിരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും, എനിക്ക് മാനേജറോടല്ല നിന്നോടാണ് സംസാരിക്കേണ്ടി, 2 പാട്ട് പാടണമെന്ന്. അതെന്താ ബാപ്പുക്ക നിങ്ങൾ അങ്ങനെ പറയുന്നത് ചോദിച്ചിട്ടോട്. ഞാൻ പറഞ്ഞു, 2 പാട്ട് എനിക്ക് പാടണം, എൻ്റെ പാട്ട്, ഞാൻ എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു ഡേറ്റ് തന്നു. എന്നോട് പറഞ്ഞു ഈ ഡേറ്റിന് വരുമെന്ന് പറഞ്ഞു. ആ ഡേറ്റിന് ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറിയപ്പോൾ പുലർച്ചെ 6 മണിൻ്റെ ട്രെയിൻ ഉണ്ടല്ലോ, 6:15. ആ ട്രെയിനിൽ കയറിയപ്പോൾ ഇവിടെ ഒരു വോയിസ്, പുറപ്പെട്ടിട്ടില്ല നിങ്ങൾ പുറപ്പെടരുത്. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുള്ളൂ. ഞാൻ ട്രെയിൻ തന്നെ വിളിച്ചപ്പോൾ ഉറക്കത്തിൽ എണീറ്റിനോട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. എവിടെ എത്തി ട്രെയിൻ എന്ന് ചോദിച്ചു. അവിടെ കോഴിക്കോട്ടാണല്ലോ അവൾ. ഞാൻ പറഞ്ഞു, ഫാറൂഖ് നിങ്ങൾ അവിടെ ഇറങ്ങിക്കോളൂ, ഞാൻ അടുത്ത ഡേറ്റ് തരാം. അടുത്ത ഡേറ്റ് വന്നു. അടുത്ത് ഒരു ഡേറ്റ് പിന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ ചെന്നു. അപ്പോൾ അവരുടെ ഒരു ഇടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇപ്പോൾ അവിടെ, ഒരു കഫേ തുടങ്ങിയിട്ട് ഞാൻ അവിടേക്ക് ചെന്നു. വന്നു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ പ്രൊഡ്യൂസർമാരുണ്ട്. ഞാൻ പല പൈസയൊക്കെ ചോദിച്ചാൽ പറഞ്ഞു, ബാപ്പുക്കൊക്കെ ഇഷ്ടമുള്ള പൈസ എന്ന് വെച്ചാൽ മതി. ഇത് പറയുമ്പോൾ കണ്ണ് നിറയുന്നുണ്ടല്ലോ. കണ്ണ് നിറയുന്നുണ്ട്, അത് നിറയല്ലോ, കണ്ണ് നിറയല്ലോ. ആ സ്നേഹം കിട്ടുമ്പോൾ നമ്മൾ കണ്ണ് നിറയില്ലേ. ബാപ്പുക്കൊക്കെ ഇഷ്ടമുള്ള പൈസ എന്ന് വെച്ചാൽ മതി അന്ന്. അപ്പോൾ അമ്മ വന്നു, മകള് വന്നു. മകളോട് പറഞ്ഞു, ഇത് എന്നെ ആദ്യം പാട്ട് പാടിച്ച ആളാണെന്ന് പറയുമ്പോൾ മകളെൻ്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി കാലിൻ്റെ മുകളിൽ വന്ന് തൊട്ട്. അമ്മ പറഞ്ഞു, അന്ന് അതല്ല എനിക്ക് ഏറ്റവും വലിയ എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തത്. പിന്നെ ഇത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ തന്ന 500 രൂപയാണ് അന്ന് എനിക്ക് തന്നത്, അത് ഞാൻ ഇവിടെയൊക്കെ എത്തിയെന്ന് അവൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരാരാണിപ്പോൾ? ഒരു പക്ഷെ സിത്താരയ്ക്ക്, ഇന്നത്തെ സിത്താരയ്ക്ക് ബാബുക്കെ മൈൻഡ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലല്ല, എന്നെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ വന്ന വഴി മറന്നിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങളന്ന് 500 തന്നുകൊണ്ടാണ് ഞാനിവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ആയതെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് 500 രൂപയാണ് കൊടുത്തത്. അത് പ്രതിഫലം കൊടുത്തത്. ഈ കുട്ടിക്ക് പാട്ട് പാടിയതിന് വെറും 500 രൂപയാണ് ഞാൻ പ്രതിഫലം കൊടുത്തത്. അങ്ങനെ പറയുന്ന ആളുകളെ കണ്ടെത്താൻ കഴിയുമ്പോൾ പറയുന്നവരില്ല എന്നൊന്നും പറഞ്ഞൂടെ. മാർക്കോസ് പറയും, പിന്നെ MG ശ്രീകുമാർ പറയും. MG ശ്രീകുമാർ ഇപ്പോൾ അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള വേസിൽ. മെനയാതൊരു പാട്ട്, എൻ്റെ ഒരു പാട്ടെടുത്ത് പാടിയ ഒരു കുട്ടി പാടി എൻ്റെ പാട്ട്, ദാസേട്ടൻ പാടിയൊരു പാട്ട് പാടിയപ്പോൾ അതിൻ്റെ കമൻസ് എന്താ, MGൻ്റെ കമൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ധാരാളം ഈ വാക്കുകളൊക്കെ പഠിപ്പിച്ചെന്ന് ബാപ്പുള്ളി ഓർമ്മ വന്നാ പോരെ. പിന്നെന്തിനാ നമ്മൾ കോടികൾ സമ്പാദിച്ച് ഇതാക്കുന്നത്? അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടല്ലേ ബാബുക്ക? ഇഷ്ടപ്പെടുന്നവരാണുള്ളത് കൂടുതലും. 984 82 മറ്റോ ആണ് ഞാൻ കേസറ്റ് റെക്കോർഡിങ്ങിന് വേണ്ടി എറണാകുളത്തേക്ക് പോകുന്നത്. ഫസ്റ്റ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് സരിക കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു പെരുന്നാളിനും. ആ സരിക കമ്പനിയായിട്ട് ഞാനൊന്നും എന്താ ഈ പെരുന്നാളിനും എനിക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ട് അദ്ദേഹം. പിന്നെ എന്താണ് നിസരി, സെഞ്ചുറി മമ്മി, അതേപോലെ മേളം ഇബ്രാഹിം, ഒക്കെ ഞാൻ അന്നുള്ള ആ ബന്ധമൊന്നും ഉണ്ട്. ആരെയും ഞാൻ കളഞ്ഞു വിളിച്ചില്ല. ബാബുക്ക തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു വ്യക്തിയാണോ ബാബുക്ക? അങ്ങനെയൊന്നും എനിക്ക് അവകാശപ്പെടാനൊന്നുമില്ല. തൊട്ടവരൊക്കെ നന്നായിട്ടുണ്ട്. എൻ്റെ ഒരു മനസ്സിൻ്റെ സംതൃപ്തിയിൽ ഞാൻ പാട്ട് പാടിച്ചവരൊക്കെ മുമ്പിലെത്തി. ബാബുക്ക തൊട്ട് വലുതായവരെല്ലാം പിന്നീട് തിരിഞ്ഞു നോക്കാതെ പിന്നിൽ നിന്ന് കുത്തിയവരുണ്ടോ? ആ കുത്തിയാരും എനിക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് കുത്തിയേറ്റിട്ടില്ലല്ലോ എപ്പോഴും. അല്ല, കുത്തിയവരുണ്ടോ? ഈ പെരുന്നാളിനും ഇപ്പം ഞാൻ വിചാരിച്ചു ഒരു 15 നോമ്പ് 15 വരെ ഞാൻ കാത്തിരുന്നു, ഒരു വർക്കും ഇല്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഒരാശങ്കയൊക്കെ വന്നു എൻ്റെ മനസ്സിൽ. പിന്നെ 10 പാട്ട് ഒന്നിച്ചു വന്നു. 10 പാട്ട് ഒന്നിച്ചു വന്നു. 10 പാട്ട് വന്നു. അതിലിപ്പോൾ പിന്നെ ഒരു പാട്ട്
1,00,000 ആവാനായി ആകാറായി. ഈ രണ്ട് ദിവസം കൊണ്ട്. അതൊക്കെ പോരേ. പിന്നെ കുത്തി ഏൽക്കുമ്പോൾ എനിക്കൊരു സന്തോഷം കൂടും, ഉയർച്ച കൂടത്തേ ഉള്ളൂ. ഉയർച്ച കൂടുള്ളൂ. കുത്തിങ്ങോട്ട് നിൽക്കണം, അല്ലാതെ നമ്മൾ മടിയന്മാരായി പോകും. നിങ്ങൾ ചെയ്യുന്നതൊക്കെ അജിൻ വർഗീസ് ഇപ്പോൾ ഒരു വർക്ക് ചെയ്തിട്ട് ഉഷാറായിട്ടുണ്ട് കേട്ടോ എന്ന് നിങ്ങളോട് വന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അവരെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവരെയാണ് പേടിക്കേണ്ടത്. അതല്ല വിചാരിച്ച മാതിരി ആയിട്ടില്ല, ഒന്നുകൂടി ശ്രദ്ധിക്കണം എന്ന് അജിനോട് പറഞ്ഞാൽ അവരെ കൂടി ചേർത്തി പിടിക്കണം. സത്യം. അതല്ലാതെ വല്ലാതെ ചേർത്തി പിടിക്കുന്നവരെ നമ്മൾ അങ്ങനെ കുറേ ചതികൾ പറ്റിയിട്ടുണ്ടോ ബാബുക്ക ജീവിതത്തിൽ? സുഹൃത്തുക്കളെ ചേർത്ത് കുറച്ചൊക്കെ ചതിച്ചിട്ടൊക്കെ ഉണ്ട് ആളുകളൊക്കെ. ചില മനസ്സിൽ പൊറുക്കപ്പെടാത്ത ചില ചതികളും ചതിച്ചവരുണ്ട്. അവരോട് ഞാൻ പൊറുത്തിട്ടുമില്ല, പൊറുക്കാൻ പറ്റത്തില്ല, പൊറുക്കാൻ പറ്റുന്നില്ല. യേശുക്രിസ്തൊന്നും അല്ലല്ലോ നമ്മൾ. കാരണം കൂടെ നിന്ന് ചതിച്ച വലിയ ചതിയായിരുന്നു പൊറുക്കാൻ പറ്റാത്ത. വലിയ ചതിയൊക്കെ ഉണ്ടായിരുന്നു, നാട്ടിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്നവർ കാണുന്നുണ്ടോ? അവർ കാണുന്നൊക്കെ ഉണ്ട്. അവരോടൊന്നും ഞാൻ പൊറുത്തിട്ടുമില്ല. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മുഹമ്മദ് നബിയും പ്രവാചകനൊന്നും അല്ലല്ലോ, സാധാരണ മനുഷ്യനല്ലേ, യേശുക്രിസ്തൊന്നും അല്ലല്ലോ. അതുകൊണ്ട് പൊറുക്കാൻ പറ്റാത്തത് കൊണ്ട് പൊറുത്തിട്ടില്ല. പക്ഷെ അതൊക്കെ നന്നായിരുന്നു വിശ്വസിക്കുന്നുണ്ട് ഞാൻ. ബാബുക്ക് നീണ്ട 50 വർഷം മാപ്പിളപ്പാട്ടിൽ തുടരുന്ന സമയത്ത് കൊല്ലം ഷാഫി പോലുള്ള പാട്ടുകാർ വരുമ്പോൾ എപ്പോഴെങ്കിലും എന്നെ ഫീൽഡ് ഔട്ട് ആക്കിയോ അല്ലെങ്കിൽ എനിക്കിനി തുടരാൻ പറ്റുമോ അങ്ങനെ ഒരു തോന്നലും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അവരുടെ ചില പാട്ടുകളൊക്കെ ഞാൻ വിമർശിച്ച് പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് അവരോടുള്ള ദേഷ്യത്തിനല്ല, മാർക്കറ്റിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാ. 50 വർഷം തികച്ചെങ്കിലും അപ്ഡേഷൻ ഇപ്പോഴും ബാബുക്ക് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 10 പാട്ട് ചെയ്തെന്ന്. 2 പാട്ട് ഇപ്പം ഞാൻ ഇപ്പം കഴിഞ്ഞ മാസം സിത്താറിനെ കൊണ്ട് പഠിക്കുന്നത് പാട്ട് പാടി തന്നു ഇത്തര. ഞാൻ 3-4 പ്രാവശ്യം പിന്നെ വിളിച്ച് ചോദിച്ചു പൈസൻ്റെ ചോദിച്ചൊക്കെ പറഞ്ഞു നിങ്ങളെ ഇഷ്ടമുള്ള അയച്ചോളൂ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞില്ല. നല്ലത്തെ 500 രൂപ മറന്നിട്ടില്ലല്ലേ? മറന്നിട്ടില്ല. അത് ഇപ്പം മാർക്കോസ് ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. മാർക്കോസുമായിട്ടുള്ള ബന്ധം എന്താണ്? മാർക്കോസിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ട് പഠിച്ച് ഞാനാണ്. ഒരു കാലത്ത് എറണാകുളത്ത് പോയി കൂടിയിട്ട് ഒരു മാസമൊക്കെ അവിടെ താമസിച്ചിട്ടാണ് പാട്ട് പാടിക്കാറ്.